നമസ്കാരം. VBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. മൂവാറ്റുപുഴയെ ജില്ലയാക്കാനുള്ള നിർദ്ദേശം ഗൗരവമായി പരിശോധിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. മൂവാറ്റുപുഴ നഗരസഭയുടെ ത്രിവേണി ഓണാഘോഷ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയൻ കഞ്ഞിക്കുഴി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പെൻഷൻ ഗുണഭോക്താക്കളുടെ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. PKS ജില്ലാ സെക്രട്ടറി KG സത്യൻ ഉദ്ഘാടനം ചെയ്തു. കാണം വിറ്റും ഓണം ഉണ്ണേണ്ട ഗതികേടിൽ പീരുമേട് താലൂക്കിലെ തേയിലത്തോട്ടം തൊഴിലാളികൾ. പോപ്സ് കമ്പനി വക എസ്റ്റേറ്റുകളിലെ തോട്ടം തൊഴിലാളികളുടെ ദുരവസ്ഥയ്ക്ക് പരിഹാരം കാണണമെന്ന് CPI ഇടുക്കി ജില്ലാ സെക്രട്ടറി K സലിംകുമാർ ആവശ്യപ്പെട്ടു. തൊടുപുഴ സമന്വയ കലാസൗഹൃദ വേദിയുടെ ആഭിമുഖ്യത്തിൽ 2ാമത് വാർഷികവും ഓണാഘോഷവും നടത്തി. തൊടുപുഴ MLAയും നിയമസഭ ചീഫ് വിപ്പുമായ അബു ജോൺ ജോസഫ് നിലവിളക്ക് കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. കാരിക്കോട് നൈനാർ പള്ളി മഹൽ ജമാഅത്ത് മുനവിറുൽ ഇസ്ലാം മദ്രസയുടെയും നേതൃത്വത്തിൽ ദഫ്മുട്ട് മത്സരം സംഘടിപ്പിച്ചു. സമാപന സമ്മേളനം നൈനാർ പള്ളി മഹൽ ജമാഅത്ത് ചീഫ് ഇമാം ഹഫീസ് നൌഫൽ കൗസരി ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. മൂവാറ്റുപുഴയെ ജില്ലയാക്കാനുള്ള നിർദ്ദേശം ഗൗരവമായി പരിശോധിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. മൂവാറ്റുപുഴ നഗരസഭയുടെ ത്രിവേണി ഓണാഘോഷം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സ്വന്തം ജില്ലയിൽ നിന്ന് മൂവാറ്റുപുഴ വേർപിരിയുന്നതിലുള്ള വിഷമം ഉണ്ടെങ്കിലും വിഷയം പരിഗണിക്കും. മൂവാറ്റുപുഴയിലെ ജനങ്ങളുടെ ആശങ്കകളെല്ലാം പരിഹരിക്കപ്പെടുമെന്നും അദ്ദേഹം ഉറപ്പു നൽകി. മാത്യു കുഴൽനാടൻ MLA അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഡീൻ കുര്യാക്കോസ് MP മുഖ്യപ്രഭാഷണം നടത്തി. മൂവാറ്റുപുഴയെ ജില്ലയാക്കുവാനുള്ള നിർദ്ദേശം സർക്കാർ ഗൗരവമായി പരിശോധിക്കുമെന്നും ഇതിനായി ഒരു മണ്ഡല പുനർനിർണയ കമ്മീഷനെ നിയോഗിക്കുമെന്നും മുഖ്യമന്ത്രി VD സതീശൻ മൂവാറ്റുപുഴ നഗരസഭ സംഘടിപ്പിച്ച ത്രിവേണി ഓണാഘോഷം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സ്വന്തം ജില്ലയിൽ നിന്ന് മൂവാറ്റുപുഴ വേർപിരിയുന്നതിലുള്ള വിഷമമുണ്ടെങ്കിലും വിഷയം ഡീലിമിറ്റേഷൻ കമ്മീഷൻ പരിഗണിക്കുമെന്നും മൂവാറ്റുപുഴയിലെ ജനങ്ങളുടെ ആശങ്കകളെല്ലാം പരിഹരിക്കപ്പെടുമെന്നും അദ്ദേഹം ഉറപ്പു നൽകി. എല്ലാ സപ്ലൈകോയുടെ ഓണം ഫെയറുകളിലും സബ്സിഡിയുള്ള 13 നിത്യോപയോഗ സാധനങ്ങൾ എല്ലാ സ്ഥലത്തും ഉണ്ടെന്ന് ഉറപ്പുവരുത്തിക്കും. അത് കയറി നോക്കിക്കോ, എല്ലായിടത്തും സബ്സിഡിയുള്ള. അതുകൊണ്ടാണ് വലിയ വിലക്കയറ്റമൊന്നും ഉണ്ടാകുന്നത്. വലിയ വിലക്കയറ്റം ഉണ്ടാവും. സബ്സിഡി ഐറ്റംസ് വില കുറച്ചിട്ടാണ് കൊടുക്കുന്നത്, അതിന് വിലയും കൂട്ടിയിട്ടില്ല. നല്ല രീതിയിൽ കൃത്യമായി പാക്ക് ചെയ്യും. 2 മാസം മുമ്പേ കൃത്യമായി ആസൂത്രണം ചെയ്തു. കേരളത്തിൽ ഇതുവരെ ഇല്ലാത്ത റെക്കോർഡ് വിൽപ്പനയും നടക്കുന്നുണ്ട്. മൂവാറ്റുപുഴയിൽ ത്രിവേണി ഓണം ആഘോഷിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാ ഊഷ്മളമായ ഓണാശംസകളും ഞാൻ നേരുന്നു. MLA സംസാരിച്ചപ്പോൾ മൂവാറ്റുപുഴയുടെ സങ്കടങ്ങളെ കുറിച്ച് പറഞ്ഞു. ഒരുപാട് നാളുകൾ പാർശ്വവൽക്കരിക്കപ്പെട്ടതിനെ കുറിച്ച് പറഞ്ഞു. പ്രതികാര ബുദ്ധിയോടുകൂടി ഇവിടുത്തെ വികസന പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തി നിർത്തിയതിനെ കുറിച്ചൊക്കെ പറഞ്ഞു. ഒറ്റ വാചകം മാത്രമേ ഞാൻ പറയുന്നത്, എല്ലാ സങ്കടങ്ങളും എല്ലാ വിഷമങ്ങളും മാറ്റും. പിന്നെ നമുക്കൊരു കാര്യം നഷ്ടം വന്നാൽ നമ്മൾ ആഗ്രഹിക്കുന്നത് അതിന്റെ പലിശ സഹിതം കിട്ടണമെന്ന്. അതിന്റെ പലിശ സഹിതം മൂവാറ്റുപുഴയ്ക്ക് തരും. എനിക്ക് മൂവാറ്റുപുഴക്കാരെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ മൂവാറ്റുപുഴ ജില്ലയിൽ നിന്ന് പറയുമ്പോൾ എനിക്കൊരു ചെറിയ വിഷമം വന്നു. കാരണം എന്റെ ജില്ലയിൽ നിന്ന് മൂവാറ്റുപുഴ വേറിട്ട് പോകുന്നുള്ളത്. എന്നാലും ആ കാര്യം കൂടി ഗൗരവമായി പരിശോധിക്കുന്നുണ്ട്. ഒരു ഡീലിമിറ്റേഷൻ കമ്മീഷൻ ഈ ഗവൺമെന്റ് കൊണ്ടുവരും. ആ കാര്യത്തിൽ ഇതുകൂടി ഉറപ്പായിട്ട് പരിഗണിക്കും. അപ്പോൾ നിങ്ങൾക്കും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും എല്ലാവർക്കും ഹൃദയംഗമമായ ഓണാശംസകൾ നേർന്നുകൊണ്ട് ഞാൻ ഈ മൂവാറ്റുപുഴ നഗരസഭയുടെ ത്രിവേണി ഓണം ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നന്ദി. വെല്ലുവിളികൾക്കിടയിലും ഓണാഘോഷത്തിന്റെ കാര്യത്തിൽ സർക്കാർ യാതൊരു വിട്ടുവീഴ്ചയും വരുത്തിയിട്ടില്ല. കുടിശ്ശികകളെല്ലാം വിതരണം ചെയ്തു വരികയാണ്. സാധാരണക്കാർക്കും മാസങ്ങളായി പണം ലഭിക്കാതെ കാത്തിരിക്കുന്നവർക്കും കുടിശ്ശിക ലഭിക്കാനുള്ളവർക്കും ആവശ്യമായ തുക നൽകുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. കാർഷിക സംസ്കാരമുള്ള നാടായതിനാൽ ഓണം യഥാർത്ഥത്തിൽ ഒരു വിളവെടുപ്പ് ഉത്സവം കൂടിയാണ്. ജാതി, മതം, വർഗം, വർണ്ണം എന്നിവയുടെ അതിർവരമ്പുകൾക്കപ്പുറം ഓണം ആഘോഷിക്കപ്പെടുന്നുവെന്നും മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി.
മാത്യു കുഴൽനാടൻ MLA അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഡീൻ കുര്യാക്കോസ് MP മുഖ്യപ്രഭാഷണം നടത്തി. മൂവാറ്റുപുഴ നഗരസഭാ ചെയർപേഴ്സൺ ജോയിസ് മേരി ആന്റണി, വൈസ് ചെയർമാൻ PM അബ്ദുൾ സലാം, മുൻ MLAമാരായ ജോസഫ് വാഴക്കൻ, ജോണി നെല്ലൂർ, പ്രോഗ്രാം ജനറൽ കൺവീനർ PP എൽദോസ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, മൂവാറ്റുപുഴ. കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയൻ കഞ്ഞിക്കുഴി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പെൻഷൻ ഗുണഭോക്താക്കളുടെ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. കഞ്ഞിക്കുഴി വില്ലേജ് ഓഫീസ് പടിക്കൽ നടന്ന പ്രതിഷേധ കൂട്ടായ്മ PKS ജില്ലാ സെക്രട്ടറി KG സത്യൻ ഉദ്ഘാടനം ചെയ്തു. സുരക്ഷയും ക്ഷേമവും ഔദാര്യമല്ല, അവകാശമാണ് എന്ന മുദ്രാവാക്യമുയർത്തി സാമൂഹ്യക്ഷേമ പെൻഷൻ വീടുകളിൽ നേരിട്ടെത്തിക്കാത്ത UDF സർക്കാർ നടപടിക്കെതിരെയാണ് കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയൻ കഞ്ഞിക്കുഴി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വില്ലേജ് ഓഫീസ് പടിക്കൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചത്. CPIM ഏരിയ കമ്മിറ്റി അംഗം സിബി പെന്താനം അധ്യക്ഷത വഹിച്ച യോഗം PKS ജില്ലാ സെക്രട്ടറി KG സത്യൻ ഉദ്ഘാടനം ചെയ്തു. ലക്ഷക്കണക്കിന് കുടുംബങ്ങളുടെ ആശ്രയമായ സാമൂഹ്യക്ഷേമ പെൻഷൻ അട്ടിമറിക്കാനുള്ള ശ്രമമാണ് UDF സർക്കാർ നടത്തുന്നതെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു. ഒരു കാരണവുമില്ലാതെ ഇന്ന് കേരള മുഖ്യമന്ത്രി എല്ലാ വകുപ്പുകളെയും സൂപ്പർസീഡ് ചെയ്തുകൊണ്ട് മുഖ്യമന്ത്രി തന്നെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്, സഹകരണ സ്ഥാപനങ്ങൾ വഴി ഇനി പെൻഷൻ വിതരണം നടത്താൻ ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നില്ല. സഹകരണ സ്ഥാപനങ്ങൾ വഴി പെൻഷൻ വിതരണം ചെയ്യുമ്പോൾ CPM-ന്റെ നേതാക്കന്മാർ ഈ പണം തട്ടിച്ചെടുക്കാനുള്ള അവസരം ഉണ്ടാകുന്നു എന്നാണ് VD സതീശന്റെ കണ്ടെത്തൽ. ഞങ്ങൾക്ക് അത് എന്താണ് അദ്ദേഹം അങ്ങനെ കണ്ടെത്തുവാനുള്ള ഒരു കാരണം എന്ന് ഞങ്ങൾക്ക് ഇതുവരെ മനസ്സിലാവില്ല. 2016 ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് അധികാരത്തിൽ വന്നത്. 2014 അധികാരത്തിൽ വന്ന കേന്ദ്ര BJP ഗവൺമെന്റാണ് പോസ്റ്റ് ഓഫീസുകൾ വഴി പെൻഷൻ വിതരണം ചെയ്യാൻ പാടില്ല എന്ന നിബന്ധന കൊണ്ടുവന്നത്. ഇതൊന്നും യാതൊരു വിധമായ അടിസ്ഥാനവുമില്ലാത്ത കാര്യങ്ങളാണ്. പോസ്റ്റ് ഓഫീസുകൾ വഴിയാണ് പെൻഷൻ വിതരണം ചെയ്തുകൊണ്ടിരുന്നത് 100%. അപ്പൊ പോസ്റ്റ് ഓഫീസുകൾ വഴി പെൻഷൻ വിതരണം ചെയ്തുകൊണ്ടിരുന്നത് പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് സൗജന്യമായി ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യമല്ല. ആ പെൻഷൻ വിതരണം ചെയ്യുന്നതിന് ആവശ്യമായ മണി ഓർഡറായി നൽകുന്നതിന് ആവശ്യമായിട്ടുള്ള മണി ഓർഡർ ചാർജ് സംസ്ഥാന ഗവൺമെന്റ് പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിന് കൊടുക്കും. പ്രതിഷേധ കൂട്ടായ്മയ്ക്ക് അഭിവാദ്യം അർപ്പിച്ച് CPIM ഏരിയ കമ്മിറ്റി അംഗങ്ങളായ ET ദിലീപ്, ജോഷി മാത്യു, എബിൻ ജോസഫ്, ശശി കന്യാലിൽ, PJ തങ്കച്ചൻ, ഉഷാ മോഹനൻ എന്നിവർ സംസാരിച്ചു. നിരവധി KSKTU പ്രവർത്തകരും പരിപാടിയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. കാണം വിറ്റും ഓണം ഉണ്ണേണ്ട ഗതികേടിൽ പീരുമേട് താലൂക്കിലെ തേയിലത്തോട്ടം തൊഴിലാളികൾ. പോപ്സ് കമ്പനി വക എസ്റ്റേറ്റുകളിലെ തോട്ടം തൊഴിലാളികൾക്കാണ് ഈ ദുരവസ്ഥ. ശമ്പള പ്രതിസന്ധിയും ശമ്പള കുടിശ്ശികയും ലഭിക്കാത്തത് കാരണം 1 വർഷത്തിന് മുകളിൽ ദുരിത ജീവിതം നയിക്കുന്ന തൊഴിലാളികളുടെ അവസ്ഥയ്ക്ക് പരിഹാരം കാണണമെന്ന് CPI ഇടുക്കി ജില്ലാ സെക്രട്ടറി K സലിംകുമാർ ആവശ്യപ്പെട്ടു. കാണം വിറ്റും ഓണം ഉണ്ണണമെന്നത് പഴമൊഴിയാണെങ്കിലും ഈ അവസ്ഥയുടെ യാഥാർത്ഥ്യത്തിലാണ് ഇപ്പോൾ പീരുമേട്ടിലെ പോപ്സ് എസ്റ്റേറ്റ് വക തേയിലത്തോട്ടങ്ങളിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾ. മറ്റ് എസ്റ്റേറ്റുകളിൽ ബോണസും ഉത്സവ അലവൻസും വാങ്ങി ഓണം ആഘോഷിക്കുവാൻ ഒരുങ്ങുമ്പോൾ വറുതിയുടെ ഓണക്കാലമാണ് ഇവരെ കാത്തിരിക്കുന്നത്. നിലവിൽ ചിലവകാശം മാത്രം ലഭിക്കുന്നതുകൊണ്ടും ഇടയ്ക്ക് മറ്റു ജോലികൾക്ക് പോകുന്നതുകൊണ്ടുമാണ് ഉപജീവനം നടന്നുവരുന്നത്. ശമ്പളം ലഭിക്കാതെ 1 വർഷക്കാലത്തിന് മുകളിൽ ദുരിതമനുഭവിക്കുന്ന തൊഴിലാളികളുടെ പ്രതിസന്ധികൾക്ക് പരിഹാരം കാണുന്നതിന് നടത്തിയ ചർച്ചകളിൽ തീരുമാനമായില്ല എന്നും തൊഴിൽ പ്രതിസന്ധിയും ശമ്പള കുടിശ്ശിക വിതരണത്തിലെ കാലതാമസത്തിനും പരിഹാരം കാണണമെന്ന് CPI ഇടുക്കി ജില്ലാ സെക്രട്ടറി K സലിംകുമാർ ആവശ്യപ്പെട്ടു. പീരുമേട് താലൂക്കിൽ അടഞ്ഞുകിടക്കുന്ന തോട്ടങ്ങളിലെ തൊഴിലാളികൾക്ക് ഓണക്കാലത്ത് അടിയന്തര ധനസഹായം നൽകുന്നതിന് വേണ്ടി തൊഴിൽ വകുപ്പും ഗവൺമെൻറ്റും അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് ഈ അവസരം ആവശ്യപ്പെടുകയാണ്. ഇവിടെ 12 മാസമായി ശമ്പളം മുടങ്ങിക്കിടക്കുന്ന പോപ്സൺ കമ്പനി നിരവധിയായ ചർച്ചകളിൽ ഏറ്റവും ഒടുവിൽ ലേബർ കമ്മീഷണർ വിളിച്ച യോഗത്തിലും തോട്ട ഉടമകളെ പ്രതിനിധീകരിച്ച് ഒട്ടനവധിയായ ആളുകൾ പങ്കെടുക്കുകയും MLA ഉൾപ്പെടെയുള്ളവരുടെ സാന്നിധ്യത്തിൽ ഞാൻ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്ത് നടന്ന ചർച്ചയിൽ 12 മാസക്കാലമായി കൊടുക്കാനുള്ള ശമ്പളം 1 മാസത്തിനുള്ളിൽ കൊടുക്കുവാൻ വേണ്ടിയിട്ടുള്ള നടപടി സ്വീകരിക്കുമെന്നുള്ള ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ് അന്നത്തെ യോഗം അവസാനിച്ചത്. എന്നാൽ ആ 1 മാസവും കഴിഞ്ഞ് 2 മാസവും ആകാൻ പോവുകയാണ്. ഈ കാര്യത്തിൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നോ ലേബർ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നോ ഉടമയുടെ ഭാഗത്തു നിന്നോ യാതൊരുവിധ പ്രതികരണമോ നടപടിയോ ഉണ്ടാകാത്ത സാഹചര്യമാണ് നിലനിൽക്കുന്നത്. അതുകൊണ്ട് പോപ്സൺ കമ്പനിയിലെ തുറന്നു പ്രവർത്തിക്കുവാനും
തൊഴിലാളികളുടെ ശമ്പളം അടക്കമുള്ള ആനുകൂല്യങ്ങൾ ലഭ്യമാക്കുന്നതിനും വേണ്ടി HCL യൂണിയൻ്റെ നേതൃത്വത്തിൽ AI2C തോട്ടമുടമയായിട്ടുള്ള പോപ്സിൻ്റെ വീട്ടുപടിക്കൽ സമരം ഉൾപ്പെടെയുള്ള സമരപരിപാടികൾക്ക്, സത്യാഗ്രഹമടക്കമുള്ള സമരപരിപാടികൾക്ക് രൂപം കൊടുക്കുവാൻ വേണ്ടി ഞങ്ങൾ തീരുമാനിച്ചിരിക്കുകയാണ്. ഈ കാര്യത്തിൽ അടിയന്തരമായ തീരുമാനം ഉണ്ടാകുന്നില്ല എങ്കിൽ ഈ സമരം വളരെ വലിയ തോതിൽ ഈ താലൂക്കിൽ മാത്രമല്ല മറ്റ് തൊഴിൽ മേഖലകളിലുള്ള ആളുകളുടെയും കൂടി പങ്കാളിത്തത്തോടു കൂടി പീരുമേടിലെ തോട്ടം മേഖലയിലെ തോട്ടം തൊഴിലാളികളുടെ ജീവിത പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കുവാൻ വേണ്ടിയിട്ടുള്ള സമരമാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ള വിവരം അറിയിക്കുകയാണ്. അതുകൊണ്ട് ഗവൺമെൻറ് അടിയന്തരമായിട്ടും തൊഴിൽ വകുപ്പ് അടിയന്തരമായിട്ടും ഈ കാര്യത്തിൽ ഇടപെടണമെന്നാണ് ഈ അവസരം ആവശ്യപ്പെടുവാനായി. തൊഴിലാളികൾക്ക് ശമ്പള കുടിശ്ശികയും ആനുകൂല്യങ്ങളും വിതരണം ചെയ്യാത്ത പക്ഷം HCL യൂണിയന്റെ നേതൃത്വത്തിൽ പോപ്സ് കമ്പനി ഉടമയുടെ വീട്ടുപടിക്കൽ സത്യാഗ്രഹമടക്കമുള്ള സമരപരിപാടികൾക്ക് നേതൃത്വം നൽകുമെന്നും CPI ജില്ലാ സെക്രട്ടറി K. സലിംകുമാർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, വണ്ടിപ്പെരിയാർ. തൊടുപുഴ സമന്വയ കലാസൗഹൃദ വേദിയുടെ ആഭിമുഖ്യത്തിൽ 2ാമത് വാർഷികവും ഓണാഘോഷവും നടത്തി. തൊടുപുഴ MLAയും നിയമസഭാ ചീഫ് വിപ്പുമായ അബു ജോൺ ജോസഫ് നിലവിളക്ക് കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. തൊടുപുഴ മുനിസിപ്പൽ വൈസ് ചെയർമാൻ K. ദീപക് ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു. സമ്മേളനാനന്തരം തൊടുപുഴ സമന്വയ കലാസൗഹൃദ വേദി ഗാനമേളയും അവതരിപ്പിച്ചു. തൊടുപുഴ സമന്വയ കലാസൗഹൃദ വേദിയുടെ 2ാമത് വാർഷിക ആഘോഷവും ഓണാഘോഷവും വിപുലമായ പരിപാടികളോടെ സംഘടിപ്പിച്ചു. തൊടുപുഴ MLAയും നിയമസഭാ ചീഫ് വിപ്പുമായ അബു ജോൺ ജോസഫ് നിലവിളക്ക് കൊളുത്തി ഉദ്ഘാടനം നിർവഹിച്ചു. തൊടുപുഴ നഗരസഭാ ചെയർപേഴ്സൺ സാബിറ ജലീൽ, നഗരസഭാ വൈസ് ചെയർമാൻ K. ദീപക്, മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് PA സലീംകുട്ടി, രാജേഷ്, സുനീറ, സൽജൻ ഉൾപ്പെടെയുള്ളവർ ചടങ്ങിൽ പങ്കെടുത്തു. പൊതുയോഗത്തിന് ശേഷം S. ജാനകി അനുസ്മരണത്തിന്റെ ഭാഗമായി സമന്വയ കലാസൗഹൃദ വേദിയുടെ നേതൃത്വത്തിൽ ഗാനമേള അവതരിപ്പിച്ചു. താങ്ക് യു സർ. സംഗീത വിദ്യാർത്ഥിനി ഏട്ടാ. താങ്ക് യു സർ. मेरे सपनों की रानी कब आएगी तू, आई रुत मस्तानी कब आएगी तू, बीती जाए जिंदगानी कब आएगी तू, चलिया तू चलिया. मेरे सपनों की रानी कब आएगी तू, आई रुत मस्तानी कब आएगी तू, बीती जाए जिंदगानी कब आएगी तू, चलिया. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. കാരിക്കോട് നൈനാർ പള്ളി മഹൽ ജമാഅത്ത് മുനവിറുൽ ഇസ്ലാം മദ്രസയുടെയും നേതൃത്വത്തിൽ ദഫ്മുട്ട് മത്സരം സംഘടിപ്പിച്ചു. നൈനാർ പള്ളി മഹൽ ജമാഅത്ത് ചീഫ് ഇമാമും പ്രോഗ്രാം ചെയർമാനുമായ ഹാഫിസ് നൌഫൽ കൗസരി സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. പ്രോഗ്രാം ജനറൽ കൺവീനർ മുഹമ്മദ് ജലീൽ PM അധ്യക്ഷത വഹിച്ചു. കാരിക്കോട് നൈനാർപള്ളി മഹൽ ജമാഅത്ത് മുനവറുൽ ഇസ്ലാം മദ്രസ എന്നിവയുടെ നേതൃത്വത്തിൽ പ്രവാചകൻ പുണ്യസ്മരണയിൽ മെഹ്ഫിലെ 2026 എന്ന പേരിൽ ദഫ്മുട്ട് മത്സരം സംഘടിപ്പിച്ചു. തൊടുപുഴ മേഖലയിലെ വിവിധ മദ്രസകളിൽ പങ്കെടുത്ത ടീമുകൾ വാശിയേറിയ ദഫ് മത്സരമാണ് കാഴ്ചവെച്ചത്. ദഫ് മത്സരം കാണുവാൻ നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും എത്തിച്ചേർന്നവർക്ക് കണ്ണിനും കാതിനും കുളിർമയേകുന്ന ഇമ്പമാർന്ന മാപ്പിളപ്പാട്ടുകളിലൂടെ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച ദഫ് മത്സരം നവ്യ അനുഭവമായി മാറി. മിഫ്താഹുൽ ഉലൂം മദ്രസ 1ാം സമ്മാനം കരസ്ഥമാക്കി. മുനവറുൽ ഇസ്ലാം മദ്രസ കാരിക്കോട് 2ാം സ്ഥാനവും നേടി.
പുത്തൻപള്ളി മനുഷ ഉൽ ഉലൂം മദ്രസ, പട്ടാണിക്കുന്ന് ഹിദായത്ത് സിബിയാൻ മദ്രസ തുടങ്ങിയ മദ്രസകളാണ് 3ാം സ്ഥാനങ്ങൾ പങ്കുവച്ചത്. നയനാർപള്ളി മഹൽ ജമാഅത്ത് ചീഫ് ഇമാം ഹാഫിസ് നൗഫൽ കൗസരി സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. നന്നായി ദഫ് അറിയാവുന്ന ആൾക്ക് എത്രത്തോളം ദഹിക്കും എന്ന് എനിക്കറിയില്ല. നന്നായി ദഫ് അറിയാവുന്ന ഒരാൾക്ക് അത് ദഹിക്കുകയില്ല, അത് വസ്തുതയാണ്. പക്ഷെ നമ്മളെല്ലാവരും അത് ആസ്വദിച്ചു. അതൊരു ഒഫീഷ്യൽ ദഫ് രൂപമല്ല എന്ന് ദഫിനെ പറ്റി പഠിക്കുന്നവർക്ക്, അല്ലെങ്കിൽ ദഫ് എന്ന കലാരൂപത്തെ കുറിച്ച് നന്നായി അറിയാവുന്നവർക്കറിയാം. അതുകൊണ്ട് തന്നെ ഈ ജഡ്ജസ്മാരെ, ഇവർ മാപ്പിള കലയിൽ നല്ല പ്രാവീണ്യമുള്ളവരാണ്. അവരെ വിളിച്ചപ്പോൾ നമുക്ക് 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയേണ്ടി വന്നു. ഇതിലൊന്നാമത്തേത്, നമ്മുടെ ഈ തെക്കൻ കേരളം എന്ന് പറഞ്ഞാൽ കൂടുതലൊന്നും ഇത്തരത്തിലുള്ള കലാ മത്സരങ്ങൾക്കോ കലാരൂപങ്ങൾക്കോ വലിയ പ്രാധാന്യമുള്ള പ്രദേശമല്ല. നമ്മളിങ്ങനെ ഡഫ് മുട്ടി ഒരു ശബ്ദമുണ്ടാക്കി അങ്ങനെ കളിക്കുകയാണ്. അതിൻ്റെതായ നിയമങ്ങളോ മര്യാദകളോ ഒന്നും നമ്മളങ്ങനെ കാര്യമായി പരിചയമുള്ളവരല്ല. മാത്രമല്ല, നമ്മുടെ മേഖലയിലെ എൻ്റെ അറിവിൽ ആദ്യത്തെ ഒരു മത്സരമാണിത്. അതുകൊണ്ട് 1-2 ആനുകൂല്യങ്ങൾ ഞങ്ങൾക്ക് വേണമെന്ന് ഈ ജഡ്ജസ്മാരോട് നമ്മൾ അഭ്യർത്ഥിക്കേണ്ടായി. അതിലൊന്നാമത് ഏറ്റവും പ്രധാനപ്പെട്ടത് പാട്ടുമായി ബന്ധപ്പെട്ടതാണ്. പ്രോഗ്രാം ജനറൽ കൺവീനർ മുഹമ്മദ് ജലീൽ PM അധ്യക്ഷത വഹിച്ചു. പ്രോഗ്രാം രക്ഷാധികാരി അബ്ദുൾ അസീസ് ഹാജി PP, മഹല്ല ജമാഅത്ത് ജനറൽ സെക്രട്ടറി ഷൈഖ് മുഹമ്മദ് PA, മഹല്ല വൈസ് പ്രസിഡന്റ് നസീർ PA, ഹബീബ് മൗലവി, സിയാദ് മൗലവി, സലീം ബാഖഫി, ആഷിഖ് മൗലവി, സുലൈൽ മൗലവി എന്നിവർ ആശംസകൾ നേർന്നു. മഹല്ല കമ്മിറ്റി അംഗങ്ങൾ, PTA കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു. മഹല്ല സെക്രട്ടറി PS ഷംസുദ്ദീൻ സ്വാഗതവും പ്രോഗ്രാം കോർഡിനേറ്റർ ഹിദായത്തുള്ള മൗലവി നന്ദിയും രേഖപ്പെടുത്തി. അപ്പൊ തന്നെ ഇവിടുത്തെ നമ്മൾ ട്രോഫി മേടിച്ച കടയിലേക്ക് നമ്മൾ ആളെ വിടുക. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. മുട്ടം പോലീസ് സ്റ്റേഷനിൽ ഓണാഘോഷവും കുടുംബസംഗമവും നടത്തി. ഓണാഘോഷ പരിപാടികൾ സ്റ്റേഷൻ SHO ശ്രീദേവി KS ഭദ്രദീപം തെളിയിച്ച് ഉദ്ഘാടനം ചെയ്തു. വിവിധ കലാപരിപാടികളും നടന്നു. മത്സരത്തിൽ പങ്കെടുത്ത കുട്ടികൾക്ക് തൊടുപുഴ DYSP സജി മാർക്കോസ് സമ്മാനങ്ങൾ നൽകി. മുട്ടം പോലീസ് സ്റ്റേഷനിൽ ഓണാഘോഷവും കുടുംബസംഗമവും വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു. ഓണാഘോഷ പരിപാടികൾ സ്റ്റേഷൻ SHO KS ശ്രീദേവി ഭദ്രദീപം തെളിയിച്ച് ഉദ്ഘാടനം ചെയ്തു. ഇതോടനുബന്ധിച്ച് വിവിധ കലാപരിപാടികളും കുട്ടികളുടെ മത്സരവും സംഘടിപ്പിച്ചിരുന്നു. മത്സരത്തിൽ പങ്കെടുത്ത കുട്ടികൾക്ക് തൊടുപുഴ DYSP സജി മാർക്കോസ് സമ്മാനങ്ങൾ നൽകി. അഡീഷണൽ SI സദാശിവൻ, SI മധുസൂദനൻ, SI ഷംസ്, സ്റ്റേഷൻ റൈറ്റർ നിഷാദ്, KPOA ജില്ലാ കമ്മിറ്റി അംഗം ASI അനിത, SI പ്രമോദ്, ചന്ദ്രൻ, PRO SI രവീന്ദ്രൻ ഉൾപ്പെടെയുള്ളവർ ചടങ്ങിൽ പങ്കെടുത്തു.
വർദ്ധിച്ചു വരുന്ന മാലിന്യ സംസ്കരണ പ്രതിസന്ധിക്ക് ന്യൂ തോപ്ലാൻഡ് സ്ക്രാപ്പ് വഹിക്കുന്ന പങ്ക് വലുതാണെന്നും ഇത്തരം സംരംഭങ്ങൾക്ക് സർക്കാരിന്റെ പിന്തുണയും ഉണ്ടാകണമെന്നും നിയമസഭാ ചീഫ് വിപ്പ് അബു ജോൺ ജോസഫ് 8 വർഷത്തോളമായി തൊടുപുഴയിൽ പ്രവർത്തിച്ചു വരുന്ന ന്യൂ തോപ്ലാൻഡ് സ്ക്രാപ്പിന്റെ നവീകരിച്ച സ്ഥാപനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇടുക്കി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീല സ്റ്റീഫൻ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ VBC ന്യൂസ് ചെയർമാൻ സാബു നെശ്ശേരി, മഹാറാണി വെഡിംഗ് സിൽക്സ് മാനേജർ ഡയറക്ടർ VA റിയാസ് എന്നിവരെ ആദരിച്ചു. തൊടുപുഴയിൽ പാഴ്വസ്തു ശേഖരണ രംഗത്ത് 8 വർഷത്തോളമായി പ്രവർത്തിച്ചു വരുന്ന തോപ്ലാൻഡ് സ്ക്രാപ്പ് സ്വന്തം സ്ഥലത്തേക്ക് മാറ്റി പ്രവർത്തനം ആരംഭിച്ചു. തെക്കുംഭാഗം കാപ്പിത്തോട്ടം കുരിശുപള്ളിക്ക് സമീപം ആരംഭിച്ച ന്യൂ തോപ്ലാൻഡ് സ്ക്രാപ്പിന്റെ ഉദ്ഘാടനം നിയമസഭാ ചീഫ് വിപ്പും തൊടുപുഴ MLAയുമായ അബു ജോൺ ജോസഫ് നിർവഹിച്ചു. വർദ്ധിച്ചു വരുന്ന മാലിന്യ സംസ്കരണ പ്രതിസന്ധിക്ക് ന്യൂ തോപ്ലാൻഡ് സ്ക്രാപ്പ് വഹിക്കുന്ന പങ്ക് വലുതാണെന്നും ഇത്തരം സംരംഭങ്ങൾക്ക് സർക്കാരിന്റെ എല്ലാവിധ പിന്തുണയും നൽകുമെന്നും അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ അറിയിച്ചു. ഒരു വ്യക്തി എന്നോട് പറഞ്ഞു, ഈ MLA എന്തിനാണ് ഈ ആക്രി കടയുടെയൊക്കെ ഉദ്ഘാടനത്തിന് പോകുന്നതെന്ന് ചോദിച്ചു. അപ്പം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾക്കത് മനസ്സിലാകാത്തത് കൊണ്ടാണ്. ഈ പൊതുസമൂഹത്തിന് ഇന്ന് ഈ നാട്ടിലെ ഏറ്റവും അധികം സേവനം ചെയ്യുന്നത് സ്ക്രാപ്പ് കളക്ഷൻ സെൻ്ററുകൾ തന്നെയാണ്. ഈ വീട്ടിൽ നമുക്ക് വേസ്റ്റായി വരുന്ന കുപ്പികൾ, പ്ലാസ്റ്റിക്കുകൾ, പത്രങ്ങൾ, പേപ്പറുകൾ എന്ന് വേണ്ട മെറ്റൽ സാധനങ്ങൾ, ഇതെല്ലാം നിങ്ങൾ എവിടെ കൊണ്ടുപോയിടും? ഇങ്ങനെയുള്ള സ്ക്രാപ്പ് കളക്ഷൻ സെൻ്ററുകൾ അപര്യാപ്തമായതിനാലാണ് നമ്മുടെ നാട്ടിൽ ഇന്ന് ഈ വലിച്ചെറിയൽ സംസ്കാരം വന്നിരിക്കുന്നത്. ഒരു പുഴ കണ്ടാൽ അങ്ങോട്ട് എറിയുക, തോട്ടിലേക്ക് ഇടുക, റോഡിലേക്ക് ഇടുക. തീർച്ചയായിട്ടും സമൂഹത്തിനൊരു വലിയ സേവനം തന്നെയാണ് ശ്രീ തോപ്ലാൻഡ് സ്ക്രാപ്പ് പോലെയുള്ള സംരംഭങ്ങൾ ചെയ്യുന്നത്. ആ ഒരു തിരിച്ചറിവ് ഉള്ളതുകൊണ്ടാണ് ഞാൻ വേറെ ഏത് പരിപാടിക്ക് പോയില്ലെങ്കിലും ഈ സ്ക്രാപ്പ് കളക്ഷൻ സെൻ്ററിൻ്റെ ഉദ്ഘാടനത്തിന് പോയി ഈ സന്ദേശം ഇവിടെയുള്ള ആളുകളിലേക്ക് എത്തിക്കുക എന്ന ഒരു ഒറ്റ ലക്ഷ്യത്തിലാണ് ഞാൻ പോകുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇന്ന് ഇവിടെ ഈ ഒരു സ്ക്രാപ്പ് സെൻ്റർ ഇവിടെ തുടങ്ങുമ്പോൾ, സ്ക്രാപ്പ് കളക്ഷൻ സെൻ്റർ ഇതുപോലെ നിരവധി നമുക്ക് നമ്മുടെ നാട്ടിൽ ആവശ്യമുണ്ട്. കാരണം ഒരു പരിധിവരെ നമ്മുടെ ഈ മാലിന്യ വിഷയങ്ങൾ പരിഹരിക്കുന്നത് നമ്മുടെ ഈ ആക്രി സ്വീകരിക്കുന്ന പ്രസ്ഥാനങ്ങൾ തന്നെയാണ്. ഇടുക്കി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രൊഫസർ ഷീല സ്റ്റീഫൻ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. നമ്മുടെ വീട്ടിൽ നിന്ന് മാറ്റുക എന്ന് പറയുന്ന അത്ര എളുപ്പമുള്ള കാര്യമല്ല. അപ്പോൾ അത് മാറ്റുമ്പോൾ അത് കൊണ്ട് നമുക്ക് വെക്കുവാനായിട്ട് വളരെ സുരക്ഷിതമായ ഒരു സ്ഥലം എന്ന് പറയുന്നത് വളരെ സ്വാഗതാർഹമാണ്. തൊടുപുഴ സെന്റ് മേരീസ് ഓർത്തഡോക്സ് സുറിയാനി പള്ളി വികാരി റവറൻ ഫാദർ അബി ഉലഹന്നാൻ കൂദാശ കർമ്മം നിർവഹിച്ചു. പ്രാർത്ഥനകൾ സ്വീകരിക്കുകയും യാചനകൾക്ക് ഉത്തമരുളുകയും ചെയ്യുന്ന ദൈവമായ കർത്താവേ, തിരുമുമ്പാകെ ഞങ്ങൾ ബലഹീനമായ അപേക്ഷകളെ സമർപ്പിക്കുന്നു. ഹാബേലിന്റെ കാഴ്ചയും ഹാനോക്കിന്റെ ശുശ്രൂഷയും പോലെ ഞങ്ങൾ ശുശ്രൂഷയും സ്വീകരിക്കണമേ കർത്താവേ. ഞങ്ങളുടെ പിതാവും നിന്റെ സ്നേഹിതനുമായ അബ്രാഹാമിന്റെ വിശ്വാസം നിനക്ക് ആനന്ദകരമായി തീർന്നതുപോലെ ഞങ്ങളുടെ പ്രാർത്ഥന നിന്നെ ആനന്ദിപ്പിക്കുമാറാകണമേ. ചടങ്ങിൽ മഹാറാണി വെഡിംഗ് സിൽക്സ് മാനേജിംഗ് ഡയറക്ടർ VA റിയാസ്, VBC ന്യൂസ് ചെയർമാൻ സാബു നെയ്ശ്ശേരി എന്നിവരെ ആദരിച്ചു. മറ്റ് ജനപ്രതിനിധികളോട് കൂടി ആദരിക്കുകയാണ്. നമ്മുടെ മനോജ് ഗോപാലും മുഹമ്മദ് അൻഷാദും ഷാറിനെയും പ്രിയങ്കരായ MLA മെമന്റോ നൽകി ആദരിക്കുന്നു. അദ്ദേഹത്തിന്റെ നാവ് നാടിന്റെ നന്മയ്ക്ക് വേണ്ടി വിനിയോഗിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. അദ്ദേഹത്തെ ആദരിക്കുന്നു. ബഹുമാനായ ചീഫ് വിപ്പ് ജില്ലാ പഞ്ചായത്ത് മെമ്പർ മനോജ് കോക്കാട്ട്, തൊടുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മുഹമ്മദ് അൻഷാദ്, ഇടവട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മുഹമ്മദ് അമീർ, തൊടുപുഴ മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് PS അലീൻകുട്ടി, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ മേരി രാജു പുതുശ്ശേരി, ഇടവട്ടി ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ VK അനൂപ്, സുഗു തങ്കപ്പൻ, TM മുജീബ്, ബേബി തോമസ് കാവാലം, രാജേഷ് ഗോപാലൻ, അനീഷ് അനൂപ്, ജസീല ലത്തീഫ്, ഷീജ നൌഷാദ്, ബിൻസി മാർട്ടിൻ, BV സലീം, സൽമി നിസാർ, ഷീല ദീപു,
ബിന്ദു കിഷോർ തുടങ്ങിയവർ ആശംസകൾ നേർന്നു. സ്വയം അനുഭവത്തിൽ നിന്നും അല്ലെങ്കിൽ അദ്ദേഹം ജീവിതയാത്രയിൽ മനസ്സിലാക്കിയെടുത്ത് ഈ ഒരു ബിസിനസ്സിനെ മനസ്സിൽ കരുതി ഇത് തുടങ്ങുകയും ഇത് മുന്നോട്ട് പോവുകയും ചെയ്യുന്നത് അദ്ദേഹത്തെ ഞാൻ അഭിനന്ദിക്കുന്നു. ഓരോ മനുഷ്യർക്കും ദൈവം നൽകുന്ന കഴിവുകളും ബോധ്യങ്ങളുമുണ്ട്. അത്തരത്തിലാണ് ഓരോരുത്തരും സ്വയമായി വളരുകയും അപരന് ജീവിതത്തിൻ്റെ പുതിയ സാധ്യതകളൊക്കെ രൂപപ്പെടുത്താനൊക്കെ എല്ലാവരും സഹായമായി തീരുകയും ചെയ്യുക. തൻ്റെ നിയോഗം വളരെ കൃത്യമായി തിരിച്ചറിഞ്ഞുകൊണ്ടാണ് പരാജയത്തിൻ്റെ ഒരു വഴിയിൽ നിന്ന് പുതിയ സംരംഭകത്തിൻ്റെ താല്പര്യത്തിലേക്ക് അദ്ദേഹം നടന്നെടുത്തത്. സമൂഹത്തിൽ എപ്പോഴും ഒരു സ്ഥാപനം വളരുമ്പം ആ സ്ഥാപനത്തിലൂടെ ധാരാളം ആളുകൾക്ക് തൊഴിൽ കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ആ സ്ഥാപനത്തെ ചുറ്റിപ്പറ്റി സ്ഥാപനത്തിന് പുറത്തും ഇത്തരം സംരംഭങ്ങളിലൊക്കെ ധാരാളം ആളുകൾക്ക് തൊഴിൽ കൊടുക്കാൻ സാധിക്കുമെന്ന് ഞങ്ങൾ എപ്പോഴും അടിയുറച്ച് വിശ്വസിക്കുന്നുണ്ട്. സ്ഥാപനം നടത്തിക്കൊണ്ട് പോകാൻ കഴിയുന്നത് വളരെ അഭിമാനകരമായിട്ടുള്ളൊരു കാര്യമാണ്. ഈ നാടിന് അദ്ദേഹം ചെയ്യുന്ന സേവനം എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ്. അദ്ദേഹത്തിൻ്റെ ഈ സംരംഭത്തിന് എല്ലാ ആശംസകളും നേരുകയാണ്. തൊടുപുഴയിൽ 8 വർഷം മുമ്പ് ചെറിയ സ്ഥാപനമായി പ്രവർത്തനം തുടങ്ങിയ തോപ്പിലാൻ സ്ക്രോപ്പ് വളർച്ചയുടെ പാതയിലാണെന്നും വ്യാപാരി വ്യവസായികൾ, പൊതുജനങ്ങൾ തുടങ്ങിയവരുടെ സഹകരണമാണ് തങ്ങളുടെ വളർച്ചയ്ക്ക് കാരണമായതെന്നും പ്രൊപ്പറേറ്റർ ബിജു തോപ്പിലാൻ പറഞ്ഞു. തുടർന്നും ഏവരുടെയും സഹകരണം ഉണ്ടാകണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു. ഞാനിങ്ങനെ ഈരാറ്റുപേട്ട, കാഞ്ഞിരപ്പള്ളി, ഏറ്റുമാനൂർ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് എൻ്റെ വണ്ടിയിൽ പോയി ഞങ്ങൾ 4 തൊഴിലാളികൾ പോയി തുടങ്ങി വെച്ചൊരു സംരംഭം. അത് ഇന്നിപ്പോൾ ഒരു 30ഓളം കുടുംബങ്ങൾ ഈ സ്ഥാപനമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. വ്യാപാര സ്ഥാപനങ്ങൾ, ഹൗസിംഗ് കോളനികൾ തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നും ആക്രി സാധനങ്ങൾ മാന്യമായ പ്രതിഫലം നൽകി കമ്പനി വാഹനങ്ങളിൽ ശേഖരിക്കുന്നതിനും സൗകര്യമൊരുക്കിയിട്ടുണ്ട്. കൂടാതെ 407 പിക്കപ്പ് വാഹനങ്ങൾ മാസ വാടകയ്ക്കും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കായി 9446928112 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ശ്രീ ഗോകുലം ചിറ്റ്സ് ആൻഡ് ഫിനാൻസ് കമ്പനിയുടെ റീജിയണൽ ഓഫീസിന്റെ ഉദ്ഘാടനം ചൂരാപ്പുഴ ടവറിൽ നടന്നു. 25,000 ഉപഭോക്താക്കൾക്കുള്ള സേവനമാണ് ഈ ഓഫീസിൽ ലഭ്യമാകുന്നത്. 57 വർഷങ്ങൾക്ക് മുൻപ് ചെന്നൈ കോടമ്പാക്കം കേന്ദ്രീകരിച്ചാണ് ഗോകുലം ചിട്ടിക്ക് തുടക്കം കുറിക്കുന്നത്. ഇന്ന് 36 ഇതര സ്ഥാപനങ്ങളും 15,000-ലധികം ജീവനക്കാരുമായി ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ ഗ്രൂപ്പായി ഗോകുലം മാറി. ഗവൺമെന്റ് ചീഫ് വിപ്പ് അബു ജോൺ ജോസഫ് MLA ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ശ്രീ ഗോകുലം ചിറ്റ്സ് ആൻഡ് ഫിനാൻസ് ഡയറക്ടർ KK പുഷ്പാങ്കദൻ ആദ്യ ചിട്ടി ഏറ്റുവാങ്ങി. ശ്രീ ഗോകുലം ചിറ്റ് ആൻഡ് ഫിനാൻസ് കമ്പനിയുടെ വിപുലീകരിച്ച ഓഫീസിന്റെ ഉദ്ഘാടനം നടന്നു. 12 ബ്രാഞ്ചുകളിലായി 32,000-ഓളം കസ്റ്റമേഴ്സിനുള്ള സേവനമാണ് ഈ ഓഫീസിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്. സംസ്ഥാനത്തുടനീളം 60ഓളം റീജിയണൽ ഓഫീസുകൾ ശ്രീ ഗോകുലം ചിറ്റ് ആൻഡ് ഫിനാൻസ് കമ്പനിക്ക് ഉണ്ട്. അടിമാലി കേന്ദ്രീകരിച്ച് ഇടുക്കി ജില്ലയിൽ തന്നെ മറ്റൊരു റീജിയണൽ ഓഫീസും പ്രവർത്തിക്കുന്നുണ്ട്. 1 കോടിയിലധികം കസ്റ്റമേഴ്സാണ് ഇന്ത്യയിലുടനീളം ശ്രീ ഗോകുലം ചിറ്റ് ആൻഡ് ഫിനാൻസ് കമ്പനിക്ക് ഉള്ളത്. ശ്രീ ഗോകുലം ഗോപാലൻ എന്ന വ്യക്തിയുടെ ദീർഘവീക്ഷണത്തിന്റെ ഫലമായി 57 വർഷങ്ങൾക്ക് മുൻപ് ചെന്നൈ കോടമ്പാക്കം കേന്ദ്രീകരിച്ച് ആരംഭിച്ച ഗോകുലം ചിറ്റ് ഓഫ് കമ്പനീസ് ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ പ്രസ്ഥാനമായി മാറിയിരിക്കുകയാണ്. ശ്രീ ഗോകുലം ചിറ്റ് ആൻഡ് ഫിനാൻസ് കമ്പനിയുടെ വിപുലീകരിച്ച ഓഫീസിന്റെ ഉദ്ഘാടനം നിയമസഭാ ചീഫ് വിപ്പ് അബു ജോൺ ജോസഫ് MLA നിർവഹിച്ചു. സമ്പത്തിൻ്റെയും സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും ഒക്കെ ഈ കൊയ്ത്തുകാലം, ഈ വിളവെടുപ്പിൻ്റെ കാലം ലോകമെമ്പാടുമുള്ള 3.5 കോടിയോളം വരുന്ന മലയാളികൾ കക്ഷിരാഷ്ട്രീയ, ജാതി, മത, വർഗഭേദമില്ലാതെ ഒന്നിച്ചിരുന്ന ഓണമുണ്ട് മാവേലി വാണിരുന്ന ഒരു കാലത്ത് ഈ നാട്ടിലെ മനുഷ്യരെല്ലാവരും ഒരുപോലെയായിരുന്നു എന്ന് ഓരോ വർഷവും നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഈ സാഹോദര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും ഒക്കെ സന്ദേശം നൽകുന്ന ഈ ഓണക്കാലത്ത് തന്നെ ഗോകുലം ഗ്രൂപ്പ് ഇവിടെ ഈ പുതിയ സംരംഭം തുടങ്ങി വെക്കുന്നത് ഏറ്റവും
ഉചിതമായ ഒരു കാര്യമാണ്. സന്ദർഭവും സമയവും ഏറ്റവും അനുയോജ്യവുമാണ് എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. തീർച്ചയായിട്ടും മുന്നോട്ടുള്ള ഇവരുടെ പ്രവർത്തനത്തിൽ ഇനിയും നിരവധി ജീവിതങ്ങളെ സ്പർശിച്ചുകൊണ്ട്, നിരവധി കുടുംബങ്ങളെ സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ ഗോകുലം ഗ്രൂപ്പിന് സാധിക്കട്ടെ. തൊടുപുഴ നഗരസഭ വൈസ് ചെയർമാൻ കെ ദീപക് ഭദ്രദീപ പ്രകാശനം നിർവഹിച്ചു. റീഗൽ ഹൈറ്റ്സ് ഹോട്ടൽസ് മാനേജിംഗ് പാർട്ണർമാരായ ടിജോ ലാലു, കെ വി സൂരജ് എന്നിവരിൽ നിന്നും ഡയറക്ടർ കെ കെ പുഷ്പാങ്കദൻ ആദ്യ ചിട്ടി ഏറ്റുവാങ്ങി. മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് മെമ്പർ അഡ്വക്കേറ്റ് കെ എം വിജാസിനെ ആദരിച്ചു. മുനിസിപ്പൽ വാർഡ് കൗൺസിലർ പ്രൊഫസർ ജെസി ആന്റണി, CPI ഇടുക്കി ജില്ലാ കൗൺസിൽ അംഗവും AITUC സംസ്ഥാന നേതാവുമായ PP ജോയ്, പ്രൊഫസർ KA ആന്റണി, BJP നോർത്ത് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ശ്രീവിദ്യ രാജേഷ്, വ്യാപാരി ക്ലബ്ബ് പ്രസിഡന്റ് രാജു തരണയിൽ, 2ാം വാർഡ് കൗൺസിലർ ഷിംനാസ്, 3ാം വാർഡ് കൗൺസിലർ ബിജി സുരേഷ്, കോടിക്കുളം ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടോമി, റിട്ടയർഡ് DYSP മാത്യൂസ്, ഫെഡറൽ ബാങ്ക് മങ്ങാട്ടുകവല ബ്രാഞ്ച് മാനേജർ സുബിൻ, പ്രസ് ക്ലബ് പ്രസിഡന്റ് വിനോദ് കണ്ണോളിൽ, തൊടുപുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര മാനേജർ B ഇന്ദിര, അഡ്വക്കേറ്റ് മിഥുൻ സാഗർ, അസിസ്റ്റന്റ് ജനറൽ മാനേജറായ നിഷിൽ കുമാർ M, KP സുജേഷ്, റെജി ജോൺ, ഷിബിത്ത്, KG ജിനേഷ്, ബ്രാഞ്ച് മാനേജർ CM പ്രതീഷ് എന്നിവർ ആശംസകൾ നേർന്നു. 57 വർഷം പിന്നിടുമ്പോൾ ഓരോ ദിവസം കഴിയുന്നതോറും ചെയർമാൻ ശ്രീ ഗോകുലം ഗോപാലിൻ്റെയും നിർദ്ദേശാനുസരണം വളരെ വിപുലമായ രീതിയിൽ ഇപ്പോൾ ഇടുക്കി ജില്ലയിൽ തന്നെ നമുക്ക് ഏതാണ്ട് 25,000-ത്തിലധികം കസ്റ്റമർ ദൈനംദിനമായി കളക്ഷൻ എടുത്ത് ക്യാഷ് അടയ്ക്കുന്ന കസ്റ്റമേഴ്സ് ആയി വർദ്ധിച്ചു കഴിഞ്ഞു. അപ്പോൾ അവരുടെ സേവനം, അവർക്ക് നല്ല സേവനം നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇടുക്കി റീജിയണൽ ഓഫീസ് നവീകരിച്ച് കൂടുതൽ കാര്യക്ഷമമായി പ്രവർത്തിക്കാനായിട്ട് ചെയർമാൻ്റെയും ബോർഡിൻ്റെയും തീരുമാനപ്രകാരമാണ് ഇന്നേ ദിവസം നമ്മൾ ചൂരാപ്പുഴ ടവറിൽ നവീകരിച്ച ഓഫീസിൻ്റെ പ്രവർത്തനം ആരംഭിച്ചത്. ഞങ്ങൾക്ക് മൊത്തം 1 കോടിക്കധികം കസ്റ്റമറാണ് ഗോകുലം ചിറ്റ ആൻഡ് ഫൈനാൻസ് കമ്പനിക്ക് ഇന്ത്യ മൊത്തമായിട്ട്. അത് 57 വർഷം ഈ സ്ഥാപനം തുടങ്ങിയിട്ട് കസ്റ്റമേഴ്സിൻ്റെ ആ വിശ്വാസ്യത, കസ്റ്റമേഴ്സ് ഗോകുലത്തിൽ അർപ്പിച്ച ആ വിശ്വാസ്യത അത് കാത്തു സൂക്ഷിക്കാൻ ചെയർമാനും മാനേജർ ബൈജു ഗോപാലിന്, വൈസ് ചെയർമാൻ VC പ്രവീൺ അടക്കമുള്ള എല്ലാവർക്കും കഴിഞ്ഞു. ആ വിശ്വാസതയാണ് ഞങ്ങളുടെ അനുദിനമുള്ള വളർച്ച. നിരവധി സ്ഥാപനങ്ങൾക്ക് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ കൊറോണ കാലഘട്ടത്തിൽ പോലും മുഴുവൻ ജീവനക്കാർക്കും മുഴുവൻ ശമ്പളവും കൊടുത്ത്, വെള്ളപ്പൊക്കം വന്ന് കേരളം വലിയ പ്രതിസന്ധിയിലായപ്പോഴും ഞങ്ങളുടെ സ്ഥാപനങ്ങൾക്ക് യാതൊരു പ്രതിസന്ധിയും കൂടാതെ എല്ലാ കസ്റ്റമേഴ്സിനും കൃത്യമായി പണം കൊടുത്ത് അതിഗംഭീരമായിട്ടാണ് നമ്മുടെ പ്രവർത്തനങ്ങൾ പോകുന്നത്. പ്രൈവറ്റ് മേഖല, സ്വകാര്യ മേഖലകളുടെ പ്രാധാന്യം സർക്കാരിൻ്റെ ഇപ്പോഴത്തെ സാമ്പത്തിക അനുസരിച്ചിട്ട് സ്വകാര്യ മേഖലയുടെ പ്രാധാന്യം എത്രമാത്രം ഉണ്ട് എന്ന് മനസ്സിലാക്കിയാണ് ഗോകുലം ഗ്രൂപ്പിൻ്റെ 35ഓളം സ്ഥാപനങ്ങളും മെയിൻ സ്ഥാപനമായ ചിട്ടി കമ്പനിയും പ്രവർത്തിക്കുന്നത്. ചിട്ടി സ്ഥാപനത്തിൽ ഇപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും മികച്ച സ്ഥാപനമായിട്ട് വളരാൻ ഗോകുലം ചിറ്റ് ആൻഡ് ഫിനാൻസ് കമ്പനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അത് കസ്റ്റമേഴ്സിൻ്റെ ഞങ്ങളോടുള്ള അർപ്പിച്ച വിശ്വാസം കാത്തു സൂക്ഷിക്കാനും ഞങ്ങളുടെ ജീവനക്കാരെ കാര്യക്ഷമമായി ഓരോ കസ്റ്റമേഴ്സിനോടും എങ്ങനെ പെരുമാറണമെന്നുള്ള ചെയർമാൻ്റെ നിർദ്ദേശം അക്ഷരം പടി ഞങ്ങൾ പാലിക്കുന്നു. അതിൻ്റെ ഒരു വിജയമാണ് ഗോകുലത്തിൻ്റെ വിജയം. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ഇടുക്കി പ്രസ് ക്ലബിന്റെ ഓണാഘോഷം ഒന്നിച്ചോണം 2K26 വിപുലമായ പരിപാടികളോടെ സംഘടിപ്പിച്ചു. വിമല പബ്ലിക് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ആഘോഷ പരിപാടികൾ നിയമസഭാ ചീഫ് വിപ്പ് അബു ജോൺ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. വിവിധ ജനപ്രതിനിധികളും രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗത്തിലുള്ളവരും മർച്ചന്റ് അസോസിയേഷൻ ഭാരവാഹികളും വ്യാപാരികളും ചടങ്ങിൽ പങ്കെടുത്തു.
ആഘോഷത്തോടനുബന്ധിച്ച് കുട്ടികൾക്കും മുതിർന്നവർക്കുമായി വിവിധ മത്സരങ്ങളും കലാപരിപാടികളും നടത്തി. മത്സര വിജയികൾക്ക് സമ്മാന വിതരണവും ചെയ്തു. പങ്കെടുത്ത എല്ലാവർക്കും വിഭവസമൃദ്ധമായ ഓണസദ്യയും ഒരുക്കിയിരുന്നു. അവിടെ ഏത് പ്രസ് മീറ്റിങ്ങിന് പോയാലും വളരെ ഒരു പോസിറ്റീവ് വൈബ് കിട്ടുന്ന ഒരു പ്രസ് ക്ലബ്ബാണ്. എല്ലാവരും വളരെ ചെറുപ്പക്കാരായ നല്ല മിടുമിടുക്കന്മാരായ മാധ്യമ പ്രവർത്തകര്, എന്നാൽ കുറുക്കിക്കൊള്ളുന്ന ചോദ്യങ്ങളും അതിൻ്റെ ഇടയ്ക്ക് നർമ്മം കലർത്തിയ ചോദ്യങ്ങളും ഒക്കെ ചോദിച്ച് ഒരു പ്രസ് കോൺഫറൻസിനെ എത്രയോ ഒരു ഹൃദ്യമാക്കാൻ സാധിക്കുമോ, സ്വീകാര്യമാക്കാൻ സാധിക്കുമോ, അങ്ങനെയുള്ള എൻ്റെ സുഹൃത്തുക്കൾ കൂടിയായ ഇവിടെയുള്ള മാധ്യമ പ്രവർത്തകർ, അവരുടെ കുടുംബാംഗങ്ങൾ ഇന്നിവിടെ നിങ്ങൾ ഒന്നിച്ചു ചേരുമ്പോൾ എല്ലാവർക്കും ഈ വരുന്ന വർഷം, അടുത്ത വർഷം ഇതുപോലെ നമ്മൾ പ്രസ് ക്ലബിൻ്റെ ഓണം ആഘോഷിക്കുമ്പോൾ ഈ ഒരു വരും വർഷത്തിൽ നിങ്ങൾക്ക് ഏവർക്കും എല്ലാവിധ ഐശ്വര്യങ്ങളും ദൈവകൃപയും ദൈവാനുഗ്രഹവും സമ്പത്തും സമാധാനവും എല്ലാം നിങ്ങൾക്ക് കൈവരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് നിങ്ങളുടെ ഏവരുടെയും അനുമതിയോടുകൂടി ഒരിക്കൽ കൂടി ഈ ഓണാശംസകൾ നേർന്നുകൊണ്ട് നിങ്ങളുടെ ഏവരുടെയും അനുമതിയോടുകൂടി ഈ ഒന്നിച്ചോണം 2K26 ഉദ്ഘാടന കർമ്മം നിർവഹിച്ചതായി പ്രഖ്യാപിക്കുന്നു. വണ്ണപ്പുറം 3144 NSS കരയോഗത്തിന്റെ ആഭിമുഖ്യത്തിൽ ഓണാഘോഷവും കുടുംബസംഗമവും പ്രതിഭകളെ ആദരിക്കലും സംഘടിപ്പിച്ചു. വൈസ് പ്രസിഡന്റ് TT അജിത് കുമാറിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് KK കൃഷ്ണപിള്ള ഉദ്ഘാടനം ചെയ്തു. വണ്ണപ്പുറം 3144 നമ്പർ NSS കരയോഗത്തിന്റെ ആഭിമുഖ്യത്തിൽ ഓണാഘോഷവും കുടുംബസംഗമവും പ്രതിഭകളെ ആദരിക്കലും സംഘടിപ്പിച്ചു. തൊടുപുഴ താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് KK കൃഷ്ണപിള്ള ഉദ്ഘാടനം നിർവഹിച്ചു. നിങ്ങൾക്ക് ഏവർക്കും എൻ്റെ ഐശ്വര്യ സമ്പൂർണവും എല്ലാ മംഗളങ്ങളും നിറഞ്ഞ ഓണാശംസകൾ. വണ്ണപ്പുറം കരയോഗത്തെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഗതകാല പ്രൗഢിയിലേക്കുള്ള ഒരു തിരിച്ചുവരവ് കൂടിയാണ് ഇന്ന് ഈ സദസ്സ് കാണുമ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൻ്റെ പിന്നിൽ ഒരു പെൺകരുത്വം കൂടി ഉണ്ടെന്നുള്ളത് ഏറ്റവും അഭിമാനകരമായ കാര്യമാണ്. തൊടുപുഴ താലൂക്കിലെ ആദ്യത്തെ കരയോഗ സെക്രട്ടറിയാണ്, വനിതാ സെക്രട്ടറിയാണ് ശ്രീജാമോൾ. വൈസ് പ്രസിഡന്റ് TT അജിത് കുമാറിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ സെക്രട്ടറി ശ്രീജാമോൾ മാധവൻ സ്വാഗതം ആശംസിച്ചു. SNM സ്കൂൾ മാനേജർ അഡ്വക്കേറ്റ് മനു മനോജ് ഓണ സന്ദേശം നൽകി. താലൂക്ക് യൂണിയൻ സെക്രട്ടറി SN ശ്രീകാന്ത് മുഖ്യ പ്രഭാഷണം നടത്തി. താലൂക്ക് വനിതാ യൂണിയൻ പ്രസിഡന്റ് സിന്ധു രാജീവ്, സെക്രട്ടറി പ്രസീത സോമൻ, പഞ്ചായത്ത് കമ്മിറ്റി അംഗം G മുരളീധരൻ നായർ, വനിതാ സമാജം പ്രസിഡന്റ് ജിഷ അജിത് കുമാർ, സെക്രട്ടറി വിജയകുമാരി ചന്ദ്രൻ എന്നിവർ ആശംസകൾ നേർന്നു. ട്രഷറർ ധർമ്മരാജൻ ഉണ്ണിത്താൻ കൃതജ്ഞത രേഖപ്പെടുത്തി. തുടർന്ന് വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച പ്രതിഭകളെയും വിശിഷ്ട വ്യക്തികളെയും ആദരിച്ചു. കരയോഗം അംഗങ്ങളുടെ വിവിധ കലാകായിക മത്സരങ്ങളും ഓണസദ്യയും കുടുംബസംഗമത്തിന് മാറ്റുകൂട്ടി. അടുത്തതായി നമ്മുടെ ഓണക്കോടി ഞാൻ തന്നെ കൊടുക്കുകയാണ്. കൈയ്യടി കൊടുക്കണം. ഡോക്ടർ സിന്ധു രാജുവിന്
അന്തരിച്ച മുൻ പീരുമേട് MLA വാഴൂർ സോമന്റെ 1ാം ചരമവാർഷികാചരണം നടത്തി. വണ്ടിപ്പെരിയാർ കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന അനുസ്മരണ സമ്മേളനം CPI സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി PP സുനീർ MP ഉദ്ഘാടനം ചെയ്തു. പീരുമേട്ടിലെ തോട്ടം തൊഴിലാളികളുടെ ഉന്നമനത്തിനായി സ്വജീവിതം ഒഴിഞ്ഞുവെച്ച് തൊഴിലാളി സമര നേതൃത്വം വഹിച്ചതിന്റെ പേരിൽ ശാരീരിക ക്ഷമത വരെ നഷ്ടപ്പെടുത്തുകയും അവസാന നാളുകളിൽ പീരുമേടിനെ വികസന പാതയിലേക്ക് നയിക്കുന്നതിനായി ജനപ്രതിനിധിയായി 4.5 വർഷക്കാലം പ്രയത്നിക്കുകയും ചെയ്ത അന്തരിച്ച മുൻ പീരുമേട് MLAയും AITUC ദേശീയ കൗൺസിൽ അംഗവും സംസ്ഥാന വൈസ് പ്രസിഡന്റുമായിരുന്ന വാഴൂർ സോമൻ അനുസ്മരണ സമ്മേളനമാണ് CPI പീരുമേട് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചത്. വണ്ടിപ്പെരിയാർ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന അനുസ്മരണ സമ്മേളനത്തിൽ CPI സംസ്ഥാന കമ്മിറ്റി അംഗം ജോസ് ഫിലിപ്പ് അധ്യക്ഷനായിരുന്നു. CPI പീരുമേട് നിയോജക മണ്ഡലം സെക്രട്ടറി VK ബാബുക്കുട്ടി സ്വാഗതം ആശംസിച്ചു. CPI സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി PP സുനീർ MP അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. അദ്ദേഹത്തിൻ്റെ വ്യക്തിഗതത്തിലേക്ക് വന്ന പ്രയാസങ്ങളെക്കുറിച്ച് അദ്ദേഹത്തെ കാണുമ്പോൾ തന്നെ നമുക്ക് ബോധ്യപ്പെടും. ആ രീതിയിൽ ശാരീരികമായ അവസ്ഥകൾ പോലും ഏറ്റുവാങ്ങേണ്ടി വന്നത് ഈ പ്രസ്ഥാനത്തിന് വേണ്ടി ആദ്യ കാലഘട്ടത്തിൽ മറ്റധികം പേര് ഇല്ലാത്ത സ്ഥലത്ത് പാവപ്പെട്ട തൊഴിലാളികൾക്ക് വേണ്ടി ഈ ജനതയിൽ തൊഴിലാളികളോട് എസ്റ്റേറ്റ് കുടുംബങ്ങളോട് ഏറ്റുമുട്ടാനുള്ള അദ്ദേഹം കാണിച്ച കമ്മ്യൂണിസ്റ്റ് ആഗ്രഹത്തിൻ്റെ പേരിലാണ് ആ പാവപ്പെട്ട സ്ഥാപനങ്ങൾ ഒരുപാട് പെണ്ണുകൾ ഏറ്റുവാങ്ങേണ്ടി വന്നത്. മരണവരെയും ആ പെണ്ണുകളൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ തുടർന്നുകൊണ്ടുപോയി എന്നത് നമുക്കൊക്കെ അറിയാവുന്ന ഫലമായ യാഥാർത്ഥ്യമാണ്. നമ്മൾ നേരിട്ട് അനുഭവിച്ചറിഞ്ഞ ഒരു അവസ്ഥയാണ്. ആരെങ്കിലും പറഞ്ഞു വേണ്ടവരെല്ലാം തന്നെ അദ്ദേഹത്തിൻ്റെ ജീവിതമുണ്ടായിരുന്നത് നന്നായി അറിയാവുന്നതാണ്. ഒരാളെങ്കിലും വേണ്ടി പ്രവർത്തിക്കുമ്പോൾ നാളെ MLA ആകും, മന്ത്രിയാകും, പഞ്ചായത്ത് പ്രസിഡന്റാകും എന്നൊന്നും സങ്കല്പിക്കാൻ പറ്റുന്ന ഒരു കാലഘട്ടത്തിലല്ല അദ്ദേഹത്തെ പോലെയുള്ള ആളുകൾ വിദ്യാർത്ഥികളുടെ പ്രസ്ഥാനത്തും തൊഴിലാളികളുടെ പ്രസ്ഥാനത്തും പ്രവർത്തിക്കാൻ വേണ്ടി തയ്യാറായി. സ്ഥാനമാനങ്ങൾക്കുപരി തൊഴിലാളികൾക്ക് വേണ്ടി അഹോരാത്രം പ്രയത്നിച്ച കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്നു വാഴൂർ സോമൻ എന്നും അദ്ദേഹം അനുസ്മരിച്ചു. AITUC സംസ്ഥാന പ്രസിഡന്റ് TJ ആഞ്ചലോസ് മുഖ്യപ്രഭാഷണം നടത്തി. CPI ഇടുക്കി ജില്ലാ സെക്രട്ടറി K സലിംകുമാർ, NFIW സംസ്ഥാന സെക്രട്ടറി മുൻ പീരുമേട് MLA ES ബിജിമോൾ, HL യൂണിയൻ പ്രസിഡന്റ് M ആന്റണി, CPI ജില്ലാ കൗൺസിൽ അംഗങ്ങളായ അഡ്വക്കേറ്റ് സോബിൻ സോമൻ, കുസുവം സതീഷ്, PJ ടൈറ്റസ്, സജി മോഹനൻ, HL യൂണിയൻ സെക്രട്ടറി R വിനോദ്, CPI ഏലപ്പറ മണ്ഡലം സെക്രട്ടറി Y ജയൻ, വാഴൂർ സോമന്റെ പത്നി ബിന്ദു സോമൻ, മകൻ സോബിത് സോമൻ തുടങ്ങിയവർ അന്തരിച്ച വാഴൂർ സോമനെ അനുസ്മരിച്ച് സംസാരിച്ചു. തഞ്ചാവൂർ വെച്ച് നടന്ന ഇന്റർനാഷണൽ കരാട്ടെ ചാമ്പ്യൻഷിപ്പിൽ 30 കിലോ കാറ്റഗറിയിൽ 2ാം സ്ഥാനം നേടിയ ഋഷിക് രാജിനെ അനുസ്മരണ സമ്മേളനത്തിൽ അനുമോദിച്ചു. പീരുമേട് താലൂക്കിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്നുമുള്ള നിരവധി പ്രവർത്തകർ അനുസ്മരണ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, വണ്ടിപ്പെരിയാർ. വണ്ണപ്പുറം ഗ്രാമപഞ്ചായത്തിന്റെയും കുടുംബശ്രീ CDSന്റെയും കേരള ഗ്രാമീണ ബാങ്കിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ പഞ്ചായത്തിലെ ആശ്രയ കുടുംബങ്ങൾക്ക് ഓണക്കിറ്റ് വിതരണം നടത്തി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസഫ് അറക്കത്തോട്ടം ഉദ്ഘാടനം നിർവഹിച്ചു. കുടുംബശ്രീ ചെയർപേഴ്സൺ രേഷ്മ സൂസൻ അധ്യക്ഷത വഹിച്ചു. വണ്ണപ്പുറം ഗ്രാമപഞ്ചായത്തിന്റെയും കുടുംബശ്രീ CDSന്റെയും കേരള ഗ്രാമീണ ബാങ്കിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ പഞ്ചായത്തിലെ തെരഞ്ഞെടുക്കപ്പെട്ട ആശ്രയ കുടുംബങ്ങൾക്ക് ഓണക്കിറ്റ് വിതരണം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസഫ് അറക്കത്തോട്ടം ഉദ്ഘാടനം നിർവഹിച്ചു. കുടുംബശ്രീ ചെയർപേഴ്സൺ രേഷ്മ സൂസൻ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ കേരള ഗ്രാമീണ ബാങ്ക് മാനേജർ യമുന വർഗീസ് മുഖ്യപ്രഭാഷണം നടത്തി. പഞ്ചായത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ഏത് ബ്രാഞ്ചിലാണെങ്കിലും, ഇവിടെ മാത്രമല്ല ഞങ്ങളായിരിക്കുന്ന ഏത് ബ്രാഞ്ചുകളിൽ നോക്കിയാലും പഞ്ചായത്തും സർക്കാർ സ്ഥാപനങ്ങളും അതായത് ഇതുപോലെ പൊതുജനക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാ ഡിപ്പാർട്ട്മെന്റുകളുമായിട്ടും വളരെ നല്ല ബന്ധത്തിലാണ് ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഗ്രാമീണ ബാങ്കിന്റെ ഉദ്ദേശ ലക്ഷ്യം തന്നെ, സ്ഥാപക ലക്ഷ്യം തന്നെ സമൂഹത്തിന്റെ താഴെത്തട്ടിലുള്ള ആൾക്കാർക്ക് ബാങ്കിങ് സൗകര്യം എത്തിച്ചു കൊടുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി 1976 ഇന്ദിരാഗാന്ധി തുടങ്ങി വെച്ച ഒരു പ്രസ്ഥാനമാണ്. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുബേദ സുബേർ, മെമ്പർമാരായ ഷൈനി സന്തോഷ്, ജിജോ ജോസഫ്, മനോജ് തോട്ടത്തിൽ, ജോസ് TU, മിനി പ്രിൻസ്, ചന്ദ്രിക സാമ്പുവൽ, ഷെമീറ, വിഘ്നേശ്വർ K ശശി, CDS വൈസ് ചെയർപേഴ്സൺ ഉഷ കലാധരൻ എന്നിവർ ആശംസകൾ നേർന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മൂവാറ്റുപുഴയെ ജില്ലയാക്കാനുള്ള നിർദ്ദേശം ഗൗരവമായി പരിശോധിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. മൂവാറ്റുപുഴ നഗരസഭയുടെ ത്രിവേണി ഓണാഘോഷ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയൻ കഞ്ഞിക്കുഴി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പെൻഷൻ ഗുണഭോക്താക്കളുടെ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. PKS ജില്ലാ സെക്രട്ടറി KG സത്യൻ ഉദ്ഘാടനം ചെയ്തു. കാണം വിറ്റും ഓണം ഉണ്ണേണ്ട ഗതികേടിൽ പീരുമേട് താലൂക്കിലെ തേയിലത്തോട്ടം തൊഴിലാളികൾ. പോപ്സ് കമ്പനി വക എസ്റ്റേറ്റുകളിലെ തോട്ടം തൊഴിലാളികളുടെ ദുരവസ്ഥയ്ക്ക് പരിഹാരം കാണണമെന്ന് CPI ഇടുക്കി ജില്ലാ സെക്രട്ടറി K. സലിംകുമാർ ആവശ്യപ്പെട്ടു. തൊടുപുഴ സമന്വയ കലാസൗഹൃദ വേദിയുടെ ആഭിമുഖ്യത്തിൽ 2ാമത് വാർഷികവും ഓണാഘോഷവും നടത്തി. തൊടുപുഴ MLAയും നിയമസഭാ ചീഫ് വിപ്പുമായ അബു ജോൺ ജോസഫ് നിലവിളക്ക് കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. കാരിക്കോട് നൈനാർ പള്ളി മഹൽ ജമാഅത്ത് മുനവിറുൽ ഇസ്ലാം മദ്രസയുടെയും നേതൃത്വത്തിൽ ദഫ്മുട്ട് മത്സരം സംഘടിപ്പിച്ചു. സമാപന സമ്മേളനം നൈനാർ പള്ളി മഹൽ ജമാഅത്ത് ചീഫ് ഇമാം ഹൗഫിസ് നൌഫൽ കൗസരി ഉദ്ഘാടനം ചെയ്തു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.